സ്മൃതി പരുത്തിക്കാട് അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. സ്മൃതി കോട്ടൺ ഫീൽഡ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. സ്മൃതിക്ക് തൃശ്ശൂർ പൂരം ഒന്ന് നിർത്തിക്കിട്ടാൻ കുറേ കാലമായി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ലൈവിൻ്റെ ഒരു കാർഡ് ഞാൻ കണ്ടു. അതിനകത്ത് പറയുന്നു, ദുരന്തമുണ്ടായിടത്ത് പൂരം ഇത്തവണ വേണ്ട എന്ന് പറയാൻ ഭരണകൂടം മടിക്കുന്നത് എന്താണ് എന്നാണ് സ്മൃതി പരുത്തിക്കാട് ചോദിക്കുന്നത്. അതിന് ശശികല ടീച്ചർ മറുപടി കൊടുത്തിട്ടുണ്ട്. ശശികല ടീച്ചറുടെ മറുപടി കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പൂരം നിർത്തണമോ വേണ്ടയോ അത് എന്ന് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് തീരുമാനിക്കാൻ അറിയാം. എൻ്റെ ചോദ്യം സ്മൃതി അടക്കമുള്ള മാധ്യമ ഉപദേശികളോടാണ്. ചിതറിത്തെറിച്ച മാംസപിണ്ഡങ്ങളുടെ ഗതികെട്ട അവസ്ഥ കാട്ടുന്ന ഇത്തിരി നേരമെങ്കിലും ആടിപ്പാടുന്ന പരസ്യം നിങ്ങളാരെങ്കിലും ചാനലിൽ നിന്ന് ഒഴിവാക്കിയോ? ഇതുവരെ ഭൂമി കുലുക്കമോ പ്രളയമോ സുനാമിയോ പോലുള്ളവ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും സന്തോഷ സൂചകങ്ങളായ പരസ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? അതെന്താ, നിങ്ങൾക്ക് ദുഃഖമില്ലേ എന്നാണ് ശശികല ടീച്ചറുടെ ചോദ്യം. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഈ അടുത്തിടയ്ക്ക് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഈ വിശ്വവിഖ്യാതിയായ മാധ്യമ പ്രവർത്തക, അവരുടെ നിലപാടറിയാം. അവർക്ക് കണ്ടുകൂടാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP, RSS ഇവരൊന്നും കണ്ടുകൂടാ. പക്ഷേ ഈ പറഞ്ഞ പോലെ അച്ഛൻ പണ്ട് ദേശാഭിമാനി വാരികയുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന പത്രാധിപരായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു സ്മൃതിയുടെ പിതാവ്. അതുകൊണ്ട് തന്നെ കമ്മികളുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ, മാർക്സിസ്റ്റുകാരുടെ ഒരു നിരന്തര പരിലാളന ഏറ്റവും ഇങ്ങനെ നിന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തക. ഈ മാധ്യമ പ്രവർത്തകയാണെന്ന് തോന്നുന്നു. മുമ്പൊരിക്കൽ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. സ്മൃതി അല്ലെങ്കിൽ സ്മൃതി എന്നോട് ക്ഷമിക്കട്ടെ, അതെന്താ ശിവസേന പരിവാർ സംഘടനയല്ലേ എന്നൊരു ഹിന്ദു സംഘടനാ പ്രവർത്തകരോട് ചോദിക്കുകയാണ്. സംഘപ്രവർത്തകൻ RSകാരോട് ചോദിക്കുക, ശിവസേന പരിവാർ സംഘടനയല്ലേ? ശിവസേന പരിവാർ സംഘടനയല്ല എന്ന് പോലും അന്ന് അറിഞ്ഞുകൂടാതിരുന്ന ഒരാളാണ് ഈ മാധ്യമ പ്രവർത്തക. ഈ സ്മൃതി അല്ലെങ്കിൽ അത് മറ്റൊരാളാണ്. ഏതായാലും സ്മൃതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെയാണ് അന്ധമായ എന്തിനും ഏതിനും സംഘപരിവാറിനെയും BJPയെയും കുറ്റം പറയാൻ നിൽക്കുന്ന ഇവർ ഈയിടെ കമ്മികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടി. വയനാട്ടിലെ വീടുകളുടെ പദ്ധതി, പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു കമൻ്റ് ഇട്ടപ്പോൾ കമ്മിക്കൂട്ടം വാരി അലക്കി സ്മൃതി വിതുമ്പി, ഞങ്ങൾ ഇവിടുത്തെ ചൂരൽമലയിലെ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ കരഞ്ഞുപോയി എന്നൊക്കെ പറയും, ഗദ്ഗത കണ്ടയായി പറഞ്ഞു. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ചിരിച്ചുകൊണ്ട് വാർത്ത വായിക്കുന്നവരാണ്. വയനാട്ടിലെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ച് അവർക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് വിതുമ്പിയത്. അപ്പോൾ പക്ഷേ വേറെ കാര്യമുണ്ട്. കുറേ കാലമായി കേരളത്തിലെ ഒരു സംഘം ആളുകളുടെ ലക്ഷ്യമാണ് തൃശ്ശൂർ പൂരം നടക്കരുത്. ആനയുടെ പേരിൽ വിലക്ക്, വെടിമരുന്നിൻ്റെ പേരിൽ പ്രശ്നം. അതുകൊണ്ട് ഇത്തവണ വെടിമരുന്ന് പൂരവുമായി ബന്ധപ്പെട്ടല്ല, വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ഒരപകടമുണ്ടായി. നിർഭാഗ്യവാന്മാരായ കുറച്ച് പേർ, അങ്ങേയറ്റം ഖേദകരമായ ഒരു ദുരന്തമുണ്ടായി. കുറച്ച് പാവപ്പെട്ട മനുഷ്യർ മരിച്ചുപോയി. പക്ഷെ അതിൻ്റെ പേരിൽ പൂരം നിർത്തണം എന്ന് പറയുന്നത്, വെടിക്കെട്ട് ഒഴിവാക്കണമെന്ന് പോലും അല്ല സ്മൃതി പറയുന്നത്. പൂരം നിർത്തണം. നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിൻ്റെ അടയാളമായി ഹിന്ദുവിൻ്റെ ഉത്സവമായ ഇവർ പറയും പൂരം മതേതരമാണെന്ന്. പൂരം എങ്ങനെ മതേതരമാവുന്നത്? പൂരം ഒരു ഉത്സവത്തിന് രണ്ട് വശമുണ്ടല്ലോ സാർ. ഒന്ന് റിച്വൽസിൻ്റെ സൈഡും ഒന്ന് കാർണിവലിൻ്റെ സൈഡും അല്ലേ? ആചാരപരമായ ഒരു കാര്യമുണ്ട്. കാർണിവൽ, അവിടെയാണ് നമ്മൾ നാടകം കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ വരുന്നത്. കാർണിവലിൻ്റെ ഭാഗമായിട്ട് ആളുകൾ കൂടും. പക്ഷേ അവിടെ നടക്കുന്നത് റിച്വൽസാണ്. ദേവീദേവന്മാർ എഴുന്നള്ളിൽ നിന്ന് ആചാരപരമായ ചടങ്ങുകൾ നടക്കുകയാണ്. ഇതൊക്കെ നടത്താൻ വിലക്കണം. ഇവരെ പോലെയുള്ള അർബൻ നക്സലുകളായിട്ടുള്ള തീവ്ര ഹിന്ദു വിരുദ്ധരായ ഇവരുടെ ലക്ഷ്യമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം പൂട്ടിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ മറവിൽ ഈ വൃത്തികെട്ട രാഷ്ട്രീയം, ഹിന്ദു വിരുദ്ധത കൊണ്ടു നടക്കുന്ന സ്മൃതി പരുത്തിക്കാട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂരം സർക്കാർ മാറ്റിവെക്കണമെന്ന്. എന്താണ് സാർ അങ്ങേക്ക് പറയാനുള്ളത്? സുനിൽ പറഞ്ഞുവല്ലോ, അവര് മാധ്യമ പ്രവർത്തക എന്നാണ് സുനിൽ വിശേഷിപ്പിച്ചത് അല്ലേ? ഞാൻ അവരെ മാധ്യമ പ്രവർത്തക എന്നൊന്നും പറയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ചാനലിലും ജോലി ചെയ്യുന്ന വാർത്താ അവതാരകരോ ജേർണലിസ്റ്റുകളോ മാധ്യമ പ്രവർത്തകരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സുനിലിനൊക്കെ അറിയില്ല ഒരു ജേർണലിസ്റ്റ് എന്തായിരിക്കണം, എന്താവരുത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സുനിൽ ഇത്രയും വർഷം വളരെ ആക്റ്റീവായിട്ട് ജേർണലിസ്റ്റ് ആയിരുന്നു. ഏതെങ്കിലും ഒരു വായനക്കാരനോ, സുനിൽ പത്രത്തിൽ എഴുതിയിരുന്നപ്പോഴൊക്കെ സുനിലിൻ്റെ രാഷ്ട്രീയ ചായ്വിനെ പറ്റി ആർക്കെങ്കിലും പറയാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും പറയാൻ പറ്റില്ല. വാർത്തകളിൽ ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അതാണ് വ്യത്യാസം. ഈ പരുത്തിക്കാട്, അതായത് കോട്ടൺ ഫീൽഡിനെ മറ്റ്
ഈ യഥാർത്ഥ ജേർണലിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് അവരുടെ ഈ അപ്രോച്ചാണ്. എനിക്ക് സാർ നമ്മൾ പ്രിന്റിലുണ്ടായിരുന്നപ്പോൾ വാർത്തകൾ ആസ് ഇറ്റ് ഈസ് നമ്മൾ കൊടുക്കും, ആസ് ഫാക്റ്റ് ആയിട്ടാണ് എഴുതി പക്ഷെ കൊടുക്കുന്നത്. നമ്മൾ ലേഖനങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയും. തീർച്ചയായിട്ടും ലേഖനം അത് പത്രത്തിൽ പണ്ട് CP സ്കോട്ട് എന്താ മറ്റേ ഗാർഡിയൻ പത്രത്തിന്റെ ഫൗണ്ടർ എഡിറ്റർ അല്ല, അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഈ റിപ്പോർട്ട്സ്, ന്യൂസ് റിപ്പോർട്ട്സ് ദേ ആർ സീക്രഡ് ആൻഡ് ഫാക്ട്സ്. അതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. ഒപ്പീനിയൻസ് ക്യാൻ വാരി, ഒപ്പീനിയൻസ് മേ ഡിഫർ, ഒപ്പീനിയൻസ് മേ വാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പീനിയൻ എഴുതുമ്പോൾ യു ഹാവ് ഗോട്ട് ഫുൾ ഫ്രീഡം. അഭിപ്രായം എഴുതുമ്പോൾ സുനിലിന് എന്ത് വേണമെങ്കിലും സുനിലിൻ്റെ അഭിപ്രായം എഴുതാം. അതേസമയം വാർത്ത എഴുതുമ്പോൾ നമ്മൾ വസ്തുതകൾ മാത്രം എഴുതാം. അതാണ് നമ്മുടെ അഭിപ്രായം പോലുമല്ല. ഫാക്ട്സ് ആർ സീക്രഡ്. ഒരു കന്യകയായ ഒരു പെൺകുട്ടിയെ പോലെയാണ് വസ്തുതകൾ എന്ന് പറയുന്നത്. അത് അവതരിപ്പിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അഭിപ്രായം. അതെ. അപ്പോൾ ഇവര് ഒരു ജേർണലിസ്റ്റ് അല്ല, ഇവരൊരു പ്രോപ്പഗാൻഡിസ്റ്റ് ആണ്. പിന്നെ എനിക്ക് പലപ്പോഴും, ഞാൻ അവരെ വളരെ കുറച്ച് 2-3 തവണ കണ്ടിട്ടുള്ളൂ. ഈ നമ്മുടെ ചിലപ്പോൾ ചിലർ ക്ലിപ്പിങ്സ് അയച്ചു തരും. അപ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ ഓർമ്മ വന്ന് ഹിന്ദി, തമിഴ്, മലയാള സിനിമകളിലെ ഇതില്ലേ, എന്താ പറയുക, കോമാളി വേഷം കിട്ടുന്ന ചില വനിതകളുണ്ട്, സുകുമാരി, അതല്ലെങ്കിൽ പിന്നെ മനോരമ, ഇങ്ങനെയൊക്കെയുള്ള ചില കഥാപാത്രങ്ങളെയാണ് ഓർമ്മ വരുന്നത്. ഒരാൾ വാർത്ത വായിക്കുമ്പോൾ നമുക്കൊക്കെ പൊതുവെ ഒരു ധാരണയുണ്ടല്ലോ വാർത്ത അവതാരകരായിരിക്കണം എന്നൊക്കെ. കോമൾ GB സിംഗ്, അതല്ലെങ്കിൽ നീതി രവീന്ദ്രൻ, മറ്റേ എന്താ ലുർക്കു സന്യാൾ, ഇങ്ങനെയൊക്കെയുള്ള വാർത്താ അവതാരകരുടെ സ്ഥാനത്ത് ഈ കോമാളി വേഷധാരിണി കയറിയിരുന്നിട്ട് വരുന്നവരോട് മുഴുവൻ അവരുടെ രാഷ്ട്രീയ ആ വാർത്താ അവതാരക എന്നുള്ള രീതിയിൽ അവരുടെ പൊളിറ്റിക്സ് അടിച്ച് കയറ്റുന്ന, അത് ആർക്കാണെങ്കിലും ഇറിറ്റേഷൻ വരും. അവിടെ സ്റ്റുഡിയോയിൽ ഗസ്റ്റായിട്ട് പോകുന്നവർ ഒരു തവണ ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കണം എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട്. എന്തിനും ഇവിടെ പോയി ഇരിക്കണു? അതല്ലെങ്കിൽ TG മോഹൻദാസിനെ പോലുള്ളവർ, അവരോട് സംഘപരിവാറിനെ പറ്റി എന്തൊരു ചോദിച്ചപ്പോൾ TG മോഹൻദാസ് പറഞ്ഞു, നിങ്ങൾ സംഘപരിവാറിനെ പറ്റി എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, നിങ്ങൾ സംഘപരിവാറിൻ്റെ കാര്യങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കാൻ വേണ്ട, അത് അവർ നോക്കിക്കോളും. അതുകൊണ്ട് TG ചേട്ടനെ ഒരു ചാനലുകാരും ചർച്ചയ്ക്ക് വിളിക്കില്ല. TG സത്യം പറയുന്നത് ഇവരുടെ ഉടായ്പ വിളിച്ച് കൈ കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് മുഴുവൻ ഒരുമാതിരി സൂപ്പർഫിഷ്യൽ അറിവ് മാത്രമേ ഉള്ളൂ. ഇവരുണ്ട് പിന്നെ ഒരു വേണു ബാലകൃഷ്ണനോ അങ്ങനെ ഉള്ള കുറെ ആൾക്കാരുണ്ട്. വേറെ ഒന്നുമല്ല, പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തടുത്തായി ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പറഞ്ഞു പോവുമല്ലോ നമ്മൾ. വേണു ഇതിന്റെ വേറെ വെർഷനാണ്. വേണുവിന്റെ ചേട്ടനൊരാളുണ്ടല്ലോ, ഉണ്ണി ബാലകൃഷ്ണൻ, എന്റെ ദൈവം ഹീസ്റ്റീരിയ വിടുന്നത് പോലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന ആള്. പക്ഷെ മൂപ്പരുടെ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ ഇറ്റ് ഗോസ് ഹേവെയർ. ഈ പറഞ്ഞ പോലെ എന്താ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി കൊണ്ടുവന്ന വേർഡാണ് സർജിക്കൽ സ്ട്രൈക്ക്. അത് ലക്ഷ്യസ്ഥാനത്തേ കൊള്ളുകയുള്ളൂ. ഇയാളുടെ സർജിക്കൽ സ്ട്രൈക്ക് മുഴുവനും അറബിക്കടലിലേക്ക് വിട്ട ഇന്ത്യൻ ഓഷന് ചെന്ന് വീഴും. അതാണ് അയാളുടെ സർജിക്കൽ സ്ട്രൈക്ക്. ദാറ്റ് ഇസ് അനദർ തിങ്. പക്ഷേ ഒരിക്കലും ഈ പടക്കം ഇങ്ങനെ പടക്ക നിർമ്മാണശാല പൊട്ടി തെറിച്ച് 25 പേര് മരിച്ചു എന്നും പറഞ്ഞ് അവർ ഇത് നടത്തുന്നത് തെറ്റാ. ഏതാനും 4-5 ദിവസം മുമ്പാണ് മറ്റൊരു സംഭവം നടന്നത്. സുനിലിന് ഓർമ്മയില്ലേ, നമ്മുടെ വിരുദനഗറിൽ ഒരു പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറി ഉണ്ടായി, 30 പേരോളം മരിച്ചുപോയി തമിഴ്നാട്ടിൽ. ഇവർ പറഞ്ഞോ അവിടുത്തെ പടക്കശാലകളൊക്കെ എന്താണ് നിർത്തിവെക്കണമെന്ന്? എത്രയോ വർഷങ്ങളായി. ഞാൻ 98 തൊട്ട് ചെന്നൈയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരൊറ്റ ദിവസം പോലും ശിവകാശി അല്ലെങ്കിൽ വിരുദനഗറിൽ നിന്ന് പടക്ക കമ്പനിയിൽ പൊട്ടിത്തെറി ഉണ്ടായി 10-20 പേര് മരിക്കാത്ത വാർത്ത ഇല്ലാതിരുന്നിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പടക്ക നിർമ്മാണശാലകൾ അനുവദിക്കരുത്, പടക്കം നിർമ്മാണശാലകളൊക്കെ പൂട്ടണമെന്ന്? ഇവര് വാർത്ത അവതരിപ്പിക്കുമ്പോഴൊക്കെ ഈ സംഭവം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല സാർ, നമ്മുടെ ഈ സൗദി അറേബ്യയിൽ ഹജ്ജിന് പോകുമല്ലോ, ഹജ്ജിന് പോകുമ്പോൾ കൊടും ചൂടിൽ ആളുകൾ മരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലും നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഈ മരിച്ച ആളുകൾ ഇത്രയും ആൾ, അതിൽ മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ഒക്കെയുണ്ട്. അത്ര പേർ മരിച്ചു എന്നുള്ള വാർത്ത പോലും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാറില്ല. എന്നാൽ ഇത്രയും വലിയ ചൂടുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ശാരീരിക സ്ഥിതി ഉള്ളവരല്ല നമ്മൾ കേരളീയർ, ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ടുള്ള പോക്ക് നിരോധിക്കണമെന്ന് പറയാത്ത എന്താ? വേറൊരു കാര്യം കൂടിയുണ്ട് സ്ഥിതിയിൽ, അത് ഞാൻ പറയാൻ വന്നതാണ്, അത് വിട്ടുപോയതിനിടയ്ക്ക്. സൗദി അറേബ്യയിലേക്ക് നിയമിക്കപ്പെടുന്ന ഇന്ത്യൻ അംബാസിഡർമാർ അവർ മുസ്ലിംസ് ആയിരിക്കണം. സുനിലിന് അറിയുമോ അത്?
വേറൊരു മതക്കാരെ അലൗ ചെയ്യില്ല. ഇവിടെ നമ്മൾ ഈ എന്താണ് കാസ്റ്റിസത്തെ പറ്റിയൊക്കെ നമ്മുടെ എന്താ പറയണ ഇസ്ലാമിക് വലിയ നേതാക്കന്മാരുണ്ടല്ലോ, സ്കോളേഴ്സ് ഉണ്ട്, പണ്ഡിതന്മാരുണ്ട്. പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഒരുമ കാണുന്ന ആളാണ്. അദ്ദേഹത്തെ പോലെ സാത്വികനും പരിശുദ്ധനും പിന്നെ അതിന് അങ്ങേപ്പുറത്ത് വേറെ വല്ലതും ഉണ്ടെങ്കിൽ വേറെ ആരുമില്ല എന്ന് പറയുന്ന ആൾക്കാർ ജീവിക്കുന്ന പാണക്കാട്ട് അവരുകൂടി ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യൻ പ്രതിനിധി, ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി സൗദി അറേബ്യയിലേക്ക് പോവുകയാണെങ്കിൽ അയാളുടെ ജാതിയും പിന്നെ അയാൾ മറ്റേ ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു രണ്ടാന്തര ഇടപാടല്ലേ അത് ശരിക്കും? അത് ഒരുമാതിരി അപ്പാർത്തൈഡ് അല്ലേ അത്? അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ ആചാരം ഇത്തവണ വേണ്ട എന്ന് വെക്കണം, അധികൃതർ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണ്. ഈ സ്മൃതി ഇത് കേരളത്തിലെ മറ്റേതെങ്കിലും മതങ്ങളുടെ ഒരു ആരാധന, ഒരു ഉത്സവം നിർത്തണം അധികൃതർ എന്ന് പറയാൻ ധൈര്യപ്പെടുമോ? അവർ കമ്മ്യൂണിസ്റ്റ് അല്ലേ? അവർ എന്നാലേ ഞാൻ മനസ്സിലാക്കുന്നത് മാർക്സിസ്റ്റാണ്. അവർക്കെന്ത് മതം, അവർക്കെന്ത് ജാതി, അവർക്കെന്ത് ഭർത്താവ്, അവർക്കെന്ത് ഭാര്യ, അവർക്കെന്ത് മക്കള്? കമ്മ്യൂണിൽ ജീവിക്കുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ അവർ അതുപോലെ വേറൊരു കുഞ്ഞിരാമൻ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ, നരേന്ദ്രമോദിനെ എന്താ ചാണകത്തലയെന്ന് പറഞ്ഞ് വിളിച്ചു. അവൻ്റെ എത്രയോ ബിഷപ്പുമാർ കന്യാസ്ത്രീമാരെ ബലാത്സംഗം ചെയ്ത കേസുകൾ വരണ്ട. അയാൾ പ്രതികരിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നായകൾക്ക് ഇടുന്ന പേര് ഒന്ന് ടിപ്പു ഒന്ന് ജിമ്മി എന്നുമാണ് അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇനി ഒന്നുകൂടെ കൈസർ, ടിപ്പു, കൈസർ, ജിമ്മി. അല്ല, ഇത് വളരെ ഹിപ്പോക്രസി എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ മുഖമുദ്രയാണ്. ഇപ്പോൾ അവർ പറഞ്ഞാൽ കുറേ അധികം പറയാനുണ്ട് സുനിൽ. പക്ഷേ ഈ കാര്യങ്ങളിൽ ഈ എന്താ പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പടക്ക യൂണിറ്റ് പൊട്ടിത്തെറിച്ചതുകൊണ്ട് തൃശ്ശൂർ പൂരത്ത് പാടില്ല എന്നും തൃശ്ശൂർ പൂരത്തിൽ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന്, ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരുമാതിരി അടി കിട്ടാത്തതിൻ്റെ സുഖമാണ്. അതെ തീർച്ചയായും. പക്ഷേ ഈ ഇവരുടെയൊക്കെ അല്പബുദ്ധിക്ക് നമ്മൾ എന്ത് പറയാനാണ്? മുമ്പൊരിക്കൽ മനോരമ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഓവ് മുറിച്ച് കടക്കരുത്, ശബ്ദം നാമജപം മാത്രം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമല്ലേ? അമ്പലത്തിൽ കയറിയിട്ട് ഇങ്കുല വിളിക്കണോ? നാമജപം മാത്രമേ ക്ഷേത്രത്തിൽ ജപിക്കാവുള്ളൂ, ശിവക്ഷേത്രത്തിൽ ഓവ് മുറിച്ച് കടക്കരുത്. അതൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണെന്ന് ചാനലിൽ ഉളുപ്പില്ലാതെ പറഞ്ഞ ആളുകൾ മലയാള മാധ്യമ രംഗത്തുണ്ട്. ഈ പുതിയ ഇതല്ലേ മതം പുത്തൻകൂറ്റുകാരല്ലേ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതം വിട്ട് ക്രൈസ്തവ മതത്തിലോ ഇസ്ലാമിക് മതത്തിലോ ചെന്ന് ചേർന്നിട്ടും ചില ആളുകൾ ആ പഴയ പൂർവ്വജന്മത്തിലെ പേര് മാറ്റത്തില്ല. അങ്ങനെ ചിലരുണ്ട്. പേര് കേട്ട ഒന്നാന്തര ഹിന്ദു, പക്ഷെ മതം മാറി ക്രിസ്ത്യാനിയോ ഒക്കെ ആയിട്ട് കാലം കുറയായി. പിന്നെ അത് അവര് ഹിന്ദുക്കളെ ചീത്ത പറയുന്നതിന് അതിന് പവർ കൂടും. കാരണം ഞാൻ കൂടുതൽ ക്രിസ്ത്യനാണ്, അല്ല ഞാൻ കൂടുതൽ ഇസ്ലാമിക് ആണെന്ന് തെളിയിക്കണമല്ലോ അവർക്ക്. മറ്റേ ഇപ്പോഴത്തെ പുതിയ മാസ്റ്റേഴ്സിനെ പുതിയ മാസ്റ്റേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന വർഗ്ഗമാണ് അവർ. അപ്പോൾ അത് ചെയ്യും. ഇപ്പം നമ്മുടെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ ചിലർ ഡൽഹിയിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കളോട് ഭയങ്കര ദേഷ്യം അവർക്ക്. കുറച്ചു നേരം മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും. ഈ വാർത്ത എന്നിട്ട് മറ്റേ കെട്ടിലമ്മ വായിച്ച് കേൾക്കണേ. ഇവിടെ വന്നിട്ട് കുഞ്ഞിരാമൻ ഇങ്ങനെ പറഞ്ഞു ഹിന്ദു മതത്തിനെതിരായിട്ട്. കെട്ടിലമ്മ അത് വായിച്ച് സന്തോഷം. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന്റെ പ്രസ്ഥാനം ഉണ്ടല്ലേ, നന്ദഗോവിന്ദം ഭജൻസിന് വേണ്ടി ഞങ്ങൾ പിന്തുണ കൊടുക്കും, ഇവരെ വളഞ്ഞിട്ട് ഇവിടുത്തെ സംഘികളും ഒക്കെ ആക്രമിച്ചൊരു ഹിന്ദുത്വ നാറേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നവരാണെന്ന് ആക്രമിച്ചപ്പോൾ കാമാന്ന് മിണ്ടിയിട്ടില്ല. ഇതേ KC വേണുഗോപാലിൻ്റെ വായിൽ എന്തായിരുന്നു എന്നറിയില്ല. കാരണം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ കുഴിമന്തി തിന്നുന്ന പോസ്റ്റർ ഉണ്ടാക്കിയപ്പോൾ കാമാന്ന് മിണ്ടാത്ത ആൾ ഇന്നലെ KC വേണുഗോപാൽ നന്ദഗോവിന്ദം ഭജൻസിന് പിന്തുണയായിട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ പേര് തന്നെ വേണുഗോപാൽ എന്നാണ്. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്നുള്ള പേരിന് മറ്റൊരു പര്യായമാണ്. അങ്ങനെ ഓർത്താണ് ഞാൻ സ്ഥിരം കഴിക്കുന്ന സാധനമാണ്, അത് ഭഗവാനും കഴിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. എൻ്റെ സുനിൽ ഒരാളെ അല്ല സാർ, വേറൊരു കാര്യമുണ്ട്. കാരണം മാധ്യമ പ്രവർത്തകരല്ല, മാധ്യമ സ്ഥാപനങ്ങളിലെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർ ചെയ്യട്ടെ. ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരം, അനുഷ്ഠാനം,
വിശ്വാസം ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ പോലും അല്ല തീരുമാനം. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിശ്വാസിക്ക് എന്താണ് ക്ഷേത്രത്തിൽ കാര്യം. സുപ്രീം കോടതി ചോദിച്ചു, ജസ്റ്റിസ് നാഗരത്നം നാഗരത്നം അവർ അറിയപ്പെടുന്ന സംഘവിരുദ്ധയാണെന്നാണ് സംഘികൾ പറയുന്നത്. അവർ ചോദിക്കുന്നത് അവിശ്വാസിക്ക് എന്താണ് കാര്യം. അപ്പൊ അവിശ്വാസിയായ ഒരാൾക്ക് ക്ഷേത്രത്തിലെ കാര്യത്തിൽ ഈ പറയാൻ ഇടപെടാൻ എന്താണ് അവകാശമെന്ന് സുപ്രീം കോടതി ചോദിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഈ അർബൻ നക്സലുകൾ ഇരുന്നിട്ട് തൃശ്ശൂർ പൂരം മാറ്റിവെക്കണമെന്ന് പറയുന്നത്. അവർക്ക് ഈ കൂടുതൽ ഞാനാണ് കൂടുതൽ സെക്യുലറിസ്റ്റ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവർ ഇതും അല്ല ഇതിലപ്പുറം അവർ പറയും. ഹിന്ദുവിന്റെ നെഞ്ചത്ത് മാത്രമേ ഉള്ളൂ. ഹിന്ദുവിന്റെ നെഞ്ചത്തുള്ളൂ. മറ്റേത് വിഷമിക്കുകയെ കാരണം ഇപ്പൊ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്തോണ്ട് പോകും. അത് അങ്ങനെ ഒരു പേടി ഹിന്ദുമതത്തിലേക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും പോവാം, ആർക്ക് വേണമെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററോ മറ്റോ ആണ്. അത് ദയവ് ചെയ്ത് സുനിൽ ഒരു കാര്യമുണ്ട്, ആ ചാനൽ എത്ര പേര് കാണുന്നു? അല്ല, അവരുടെ ഒരു കാർഡാണ് നമ്മൾ കണ്ടത്. ഇത് ഞാൻ സ്മൃതി പരുത്തിക്കാടിന്റെ പേഴ്സണലായിട്ടുള്ള സംഭവമാണോ എന്ന് അറിയാനായിട്ട് ഞാൻ അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കി. അവിടെ അവർ പറഞ്ഞിട്ടില്ല. റിപ്പോർട്ടറിന്റെ പേരിലുള്ള ഒരു കാർഡാണ് നമ്മൾ കണ്ടത്. ആ കാർഡ് വെച്ചാൽ നമ്മൾ ചർച്ച ചെയ്ത് ആ കാർഡ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശശികല ടീച്ചറാണ്. ഇനി സ്മൃതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കാർഡ് ഫേക്ക് ആയിരിക്കും, ശശികല ടീച്ചർക്ക് തെറ്റ് പറ്റിയതായിരിക്കാം. ശശികല ടീച്ചറുടെ പോസ്റ്റിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. ഏതായാലും സ്മൃതി പരുത്തിക്കാട് അങ്ങനെ പറഞ്ഞിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് കേരളത്തിലെ പ്രേക്ഷകർക്കറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ഒരു മിനിറ്റ് കൂടി, ഐ എം സോറി, ഒരു കാര്യം കൂടി പറയാം. അവരൊരു ജേർണലിസ്റ്റ് എന്ന് പറയണേക്കാളും നല്ലത് കേരള പോലീസിലെടുത്തിട്ട് അവർ ഇൻ്ററോഗേറ്ററായിട്ട് നിയമിക്കുകയായിരിക്കും. ഈ കള്ളന്മാരെയൊക്കെ പിടിച്ച് നീ കട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്ന കണ്ടിട്ടില്ലേ? പലപ്പോഴും അവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്, ഇൻ്ററോഗേഷനാണ്. ഷീ ഈസ് നോട്ട് എൻ ഇൻ്റർവ്യൂവർ, ഷീ ഈസ് എൻ ഇൻ്ററോഗേറ്റർ. അതാണ് അവർക്ക് പറ്റിയ പേരും പറ്റിയ ഡെസിഗ്നേഷനും അതാണ് ഏറ്റവും പറ്റിയത്. അതാണ് താൻ ചെയ്യുന്നത് ജോലി ഏറ്റവും ഉദാത്തമാണെന്ന് കരുതുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉറപ്പായും ഇത് തീരുന്ന മുറയ്ക്ക് തന്നെ ചെയ്യണം.